ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SQL queries ആണ്. SQL സ്റ്റാൻഡ്സ് ഫോർ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഇപ്പോൾ എന്തിനാണ് SQL query യൂസ് ചെയ്യുന്നത്? SQL query നമ്മൾ ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്. അതുപയോഗിച്ച് നമുക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ടേബിളിൽ പുതിയ പുതിയ റെക്കോർഡ്സ് ആഡ് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഓൾറെഡി ഉള്ള ടേബിൾ നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ സ്റ്റോർ പ്രൊസീജിയർ, വ്യൂസ്, ട്രിഗേഴ്സ്, ഫങ്ഷൻസ് ഇതൊക്കെ നമുക്ക് SQL ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് MySQL ഡാറ്റാബേസ് സെർവറാണ്. SQL queries ഇപ്പോൾ മറ്റ് ഡാറ്റാബേസ് സെർവർ, ഇപ്പോൾ PostgreSQL അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ SQL സെർവർ, ഈ ഡാറ്റാബേസ് സെർവറൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ SQL queries എല്ലാത്തിലും സെയിം തന്നെയാണ്. പിന്നെ ചെറിയ ചില ഡിഫറൻസസ് ഒക്കെ SQL queriesൽ വരുമെന്നേ ഉള്ളൂ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് MySQL സെർവറാണ്. അപ്പോൾ ഞാൻ എഡിറ്റർ യൂസ് ചെയ്യുന്നത് MySQL വർക്ക്ബെഞ്ച് ആണ്. അപ്പം MySQL വർക്ക്ബെഞ്ച് ഉപയോഗിച്ച് ഞാൻ SQL queries യൂസ് ചെയ്ത് എങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ടേബിളിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ MySQL ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. MySQLൻ്റെ 8 വെർഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. MySQLൻ്റെ 8 വെർഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് MySQL വർക്ക്ബെഞ്ചും കിട്ടും. ആ എഡിറ്ററാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. സെർച്ച് ചെയ്യാം MySQL വർക്ക്ബെഞ്ച്. ഓക്കെ, പാസ്വേഡ് കൊടുക്കാം. ആദ്യം ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്, എനിക്കിവിടെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ആ ഡാറ്റാബേസിനകത്ത് എനിക്ക് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കുറേ ഇതാണ്: ക്രിയേറ്റ് ഡാറ്റാബേസ്, ഡാറ്റാബേസിൻ്റെ പേര് ഞാനിപ്പോൾ EMB എന്ന് കൊടുക്കുന്നു. ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാം. ഒന്നുകിൽ നമ്മൾ ഈ ഒരു ക്വറി ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ മൂന്നാമത്തെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ ക്വറീസ് ഒക്കെ ഉണ്ട് എങ്കിൽ നമുക്കതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ ക്വറി എക്സിക്യൂട്ട് ആയിക്കോളും. അപ്പോൾ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞുവാണെങ്കിൽ, അത് പ്രോപ്പറായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്കൊരു ഗ്രീൻ ടിക്ക് കാണാം. ഇനിയും ആ ക്വറിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായെങ്കിൽ നമുക്കവിടെ ഒരു റെഡ് ക്രോസ് കാണാം. ഇപ്പം ഞാൻ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്തതാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പം ക്രോസ് വന്നു, കനോട്ട് ക്രിയേറ്റ് ഡാറ്റാബേസ് EMB. കാരണം EMB എന്ന് പറഞ്ഞ ഡാറ്റാബേസ് ഓൾറെഡി എക്സിസ്റ്റ് ആണ്. ഇനി മറ്റൊരു രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാം. അതായത് ഈ കർസർ ആ ഒരു ക്വറിയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഈ നാലാമത്തെ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു രീതിയുണ്ട്. ഏറ്റവും അവസാനം കർസർ കൊണ്ടുവച്ചിട്ട് കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്യുക. അങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ EMB എന്ന് പറയുന്നൊരു ഡാറ്റാബേസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി EMB എന്ന് പറഞ്ഞ ഡാറ്റാബേസിനകത്താണ് എനിക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഡാറ്റാബേസ് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാനായിട്ട് യൂസ് EMB എന്ന് കൊടുക്കുക. ഓക്കെ, സെലക്ട് ചെയ്തു. ഇനി ഞാനിവിടെ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. സ്റ്റുഡൻറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ക്വറി ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ്. ഇനി നമുക്ക് കോളം കൊടുക്കാം. എനിക്ക് ഏതൊക്കെ കോളമാണ് വേണ്ടത്? എനിക്ക് ID വേണം. IDയുടെ ഡാറ്റാ ടൈപ്പ് ഞാൻ ഇൻറ്റിജർ എന്ന് കൊടുത്തു. നെയിം വേണം. നെയിമിൻ്റെ ഡാറ്റാ ടൈപ്പ് വേർക്യാർ ആണ്. ഇവിടെ നമുക്ക് സൈസ് കൊടുക്കാം. ഓക്കെ, ഒരു നെയിം സ്റ്റോർ ചെയ്യാനായിട്ട് എത്ര സൈസ് വേണം? ഞാനിപ്പോൾ 40 എന്ന് കൊടുത്തു. ഏജ് ഇൻറ്റിജറായിട്ട് കൊടുക്കാം. ദെൻ ഓക്കെ, മാർക്ക് ഞാൻ ഇൻറ്റിജറായിട്ട് കൊടുത്തു. ഇനി ഒരു കാര്യം കൂടെ ചെയ്യണം. ഈ ID എന്ന് പറയുന്ന ഫീൽഡ് എന്ന് പറയുക, അല്ലെങ്കിൽ ID എന്ന് പറയുന്ന കോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോളമാണ്. അപ്പം ഈ ID എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്, അപ്ഡേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് റെക്കോർഡ് എടുത്തുകൊണ്ട് വരണമെങ്കിൽ നമുക്ക് ID കോളം വേണം. അപ്പം ID എന്താകാൻ പാടില്ല? നള്ളാകാൻ പാടില്ല. ID യുണീക്കും ആയിരിക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഈ IDയെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യും. പ്രൈമറി കീ ബ്രാക്കറ്റിൽ ID കൊടുത്തു. ഇനി എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ പ്രൈമറി കീ എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിൻ ആണ്. പ്രൈമറി കീ ഇസ് ദ കോമ്പിനേഷൻ ഓഫ് നോട്ട് നൾ ആൻഡ് യുണീക്ക്. ഓക്കെ, ഇനി ഞാൻ എക്സിക്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തു. നമുക്കിവിടെ ഒരു ഗ്രീൻ ടിക്ക് കാണാനായിട്ട് പറ്റും. ഇനി ആ ടേബിൾ എനിക്കൊന്ന് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഞാനിവിടെ സെലക്ട് സ്റ്റാർ ഫ്രം
ടേബിൾ നെയിം സ്റ്റുഡൻ്റ് ആണ്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. ഇനി എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ആ ടേബിളിൻ്റെ സ്ട്രക്ചർ കാണണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്വറി DESC സ്റ്റുഡൻറ്റ്. DESC എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് എന്നാണ്. ഡിസ്ക്രൈബ് സ്റ്റുഡൻറ്റ് എന്ന് കൊടുക്കുക. ഇനി എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ടേബിളിൻ്റെ സ്ട്രക്ചർ കാണാൻ പറ്റും. അപ്പം നമുക്കിവിടെ ഓരോ കോളം, അതിൻ്റെ ഡാറ്റ ടൈപ്പ് കാണാൻ പറ്റും. ഏതൊക്കെ കോളത്തിൽ നൾ വാല്യൂസ് വരാം. അപ്പം ID കോളത്തിൽ ആക്ച്വലി നള്ളിൻ്റെ നോയാണ് വന്നേക്കുന്നത്. കാരണം ID നമ്മൾ പ്രൈമറി കീ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കീ നമുക്ക് പ്രൈമറി കീ കാണാൻ പറ്റും. അപ്പം ടേബിളിൻ്റെ സ്ട്രക്ചർ കാണാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറേയാണ് ഡിസ്ക്രൈബ് സ്റ്റുഡൻറ്റ്. ഇനി ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിൽ ഞാൻ 1-2 റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ പറയുന്നു ഇൻസേർട്ട് ഇൻറ്റു ടേബിളിൻ്റെ നെയിം സ്റ്റുഡൻ്റ് ആണ്. വാല്യൂസ് ഓക്കെ, ID1 നെയിം ഞാൻ ആൻഡ് കൊടുക്കുന്നു. അപ്പം നെയിം കൊടുക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നെയിം എന്ന് പറഞ്ഞൊരു വേർക്യാറാണ്. വേർക്യാർ കൊടുക്കുമ്പോൾ സിംഗിൾ കോട്ടിനകത്ത് വേണം കൊടുക്കാൻ. ഏജ് 21 എന്ന് കൊടുക്കുന്നു. മാർക്ക് ഞാനിപ്പം 89 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇൻസേർട്ട് ചെയ്തു. ഇനി ഒന്നുകൂടെ ടേബിൾ ഡിസ്പ്ലേ ചെയ്യാം. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. യെസ്, ആൻഡ് റെക്കോർഡ് ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇനി മറ്റൊരു റെക്കോർഡും കൂടെ ഇൻസേർട്ട് ചെയ്യാം. 2 കൊടുക്കാം. ജോൺ 25 90. ഇനി എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്തു. ഇനി ഒന്നുകൂടെ സ്റ്റുഡൻറ്റ് ടേബിൾ നോക്കാം. യെസ്. ഇനി ഞാൻ മൂന്നാമതൊരു സ്റ്റുഡൻറ്റിനെ ഞാൻ ആഡ് ചെയ്യുവാണ്. 3 ഗോകുൽ. ഓക്കെ, ഏജ് ഈസ് 21. മാർക്ക് എനിക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. ഇനി ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? എറർ വന്നു. കോളം കൗണ്ട് ഡസൻ മാച്ച് വാല്യൂ കൗണ്ടഡ് റോ 1. അതായത് നമുക്ക് എല്ലാ വാല്യൂസും അറിയാമെങ്കിൽ നമുക്ക് കുറേ എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല? മാർക്ക് കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ കോളത്തിൻ്റെ പേര് മെൻഷൻ ചെയ്യണം. അപ്പോൾ ഏതൊക്കെ കോളത്തിലേക്കാണ് ഞാൻ വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നത്? ID, നെയിം, ഏജ്. മാർക്ക് ഞാൻ കൊടുക്കാത്തത് കൊണ്ട് മാർക്ക് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഇനി നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. യെസ്, ഇപ്പോൾ അത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഒന്നുകൂടെ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പം നമുക്ക് ഗൂഗിളിൻ്റെ റെക്കോർഡ് ഇൻസേർട്ട് ആയിട്ടുണ്ട്. മാർക്കിൻ്റെ കോളത്തിൽ നൾ വാല്യൂ ആണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ആക്ച്വലി ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോളം മെൻഷൻ ചെയ്യാതെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എല്ലാ വാല്യൂസും കൊടുക്കണം. ഇനിയും നമുക്ക് കോളം മെൻഷൻ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ ആക്ച്വലി ID നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി കൊടുക്കുമായിരുന്നു അല്ലേ. അപ്പോൾ ജനറലി നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ID യൂസർ കൊടുക്കാറില്ല. അത് ഓട്ടോ ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇവിടെ ഓട്ടോ ഇൻക്രിമെൻ്റ് എന്ന് കൊടുക്കുക. ഓട്ടോ ഇൻക്രിമെൻ്റ് കൊടുക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? നമ്മൾ ID കൊടുക്കണ്ട. അപ്പം ഞാൻ ID ഇവിടെ നിന്ന് അങ്ങ് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, വിഷ്ണു ഏജ് 23 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ടേബിൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാനതൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. ഡ്രോപ്പ് ചെയ്യാനായിട്ടുള്ള കുറേ ഇതാണ് ഡ്രോപ്പ് ടേബിൾ സ്റ്റുഡൻറ്റ്. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഞാൻ അഗെയിൻ ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഒന്നുകൂടെ ഇൻസേർട്ട് ചെയ്യാം. ഈ റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യാം. യെസ്, ഡിസ്ക്രൈബ് സ്റ്റുഡൻ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്തത്. ഓക്കെ, ഇൻസേർട്ട് ചെയ്തു. ഇനി നമ്മുടെ ടേബിൾ നോക്കാം. യെസ്, ഞാൻ മാർക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. ഓക്കെ, ഇങ്ങനെയാണ് MySQL വർക്ക് ബെഞ്ച് ഉപയോഗിച്ച് നമ്മൾ ക്വറീസൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി ഈ ക്വറീസ് എല്ലാം നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പം നേരത്തെ നമ്മൾ കുറച്ച് ക്വറീസൊക്കെ പരിചയപ്പെട്ടു, എങ്ങനെയാണ് ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് കണ്ടു. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡേറ്റ ടൈപ്സ് ആണ്.
നമുക്ക് നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ, നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ 4 ഡാറ്റ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ദറ്റ് ഈസ് ബിഗ് ഇൻറ്റ്, ഇൻറ്റിജർ, സ്മോൾ ഇൻറ്റ് ആൻഡ് ടൈനി ഇൻറ്റ്. ബിഗ് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ ലാർജ് വാല്യൂസ്, ഇപ്പം അക്കൗണ്ട് നമ്പർ, ആധാർ നമ്പർ, അങ്ങനെ 10ഉം 12ഉം ഡിജിറ്റ്സ് ഉള്ള നമ്പേഴ്സൊക്കെ നമുക്ക് ബിഗ് ഇൻറ്റിൽ സ്റ്റോർ ചെയ്യാം. പിന്നെ ഇൻറ്റിജർ ഉണ്ട്, സ്മോൾ ഇൻറ്റ് ഉണ്ട്, ടൈനി ഇൻറ്റ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനിയും ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഉള്ള നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഫ്ലോട്ട്, ഡബിൾ, ഈ ഡാറ്റ ടൈപ്സ് ഒക്കെ ഉപയോഗിക്കാം. ഇനി ഡേറ്റും ടൈമും ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് 4 ഡാറ്റ ടൈപ്പ് തന്നിട്ടുണ്ട്. ഡേറ്റ് ടൈം, ഡേറ്റ്, ടൈം, ഇയർ. ഡേറ്റ് ടൈം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് ഡേറ്റും ടൈമും സ്റ്റോർ ചെയ്യാൻ പറ്റും. ഡേറ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൽ ഡേറ്റ് മാത്രമാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക. ടൈം ഉപയോഗിച്ച് ടൈം സ്റ്റോർ ചെയ്യാം. ഇയർ ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് ഇയർ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡേറ്റ് ഒക്കെ കൊടുക്കുമ്പം അവർക്ക് ഇയർ, മന്ത്, ഡേറ്റ് ഈ ഒരു ഫോർമാറ്റിൽ വേണം കൊടുക്കാനായിട്ട്. ടൈം കൊടുക്കുമ്പോൾ അവർ, മിനിറ്റ്, സെക്കൻഡ് ഈ ഒരു ഫോർമാറ്റിൽ വേണം കൊടുക്കാനായിട്ട്. ഇനി ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്. ഇപ്പോൾ ക്യാരക്ടറൊക്കെ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ നമുക്ക് ക്യാർ, വേർക്യാർ, ടെസ്റ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം. ഇപ്പോൾ ക്യാർ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് സൈസാണ്. ഇപ്പോൾ എനിക്ക് 2 ലെറ്റർ അല്ലെങ്കിൽ 2 ക്യാരക്ടർ ഒക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ക്യാരക്ടർ സ്റ്റോർ ചെയ്യാം. ഇനിയും ഒരാളുടെ പേര് അല്ലെങ്കിൽ പ്ലേസ് അങ്ങനെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ വേർക്യാർ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം. ഇനി ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയാണ്, ഇപ്പോൾ ഒരു ഫീഡ്ബാക്ക് ഫോം അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം. ഇനി ഇമേജസ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ് ബ്ലോബ്, ഗ്ലോബ്, എൻഗ്ലോബ് എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് DDL സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. DDL സ്റ്റാൻഡ്സ് ഫോർ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഓക്കെ, DDL സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ജനറലി ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ് ഈ ക്വറീസിനൊക്കെ പൊതുവെ പറയുന്ന പേരാണ് DDL എന്ന് പറയുന്നത്. ഓക്കെ, ഡേറ്റാബേസ് ക്രിയേഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ക്രിയേറ്റ് ഡേറ്റാബേസ്, ഡേറ്റാബേസ് നെയിം, ഇങ്ങനെയാണ് ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനിയും ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഡ്രോപ്പ് ഡേറ്റാബേസ്, ഡേറ്റാബേസിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ അത് പെർമനൻ്റ് ആയിട്ട് ഡാറ്റാബേസ് സെർവറിൽ നിന്ന് ഡിലീറ്റ് ആയിക്കോളും. ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഡാറ്റാബേസ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ EMB എന്ന് പറയുന്ന ഡാറ്റാബേസ് സെലക്ട് ചെയ്തു. എംപ്ലോയി ടേബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് ക്രിയേറ്റ് ടേബിൾ എംപ്ലോയി, ID ഇൻറ്റിജർ, നെയിം വേർക്യാർ, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. അപ്പം ഡേറ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തു. ഇമെയിലിന് വേർക്യാർ ആണ് യൂസ് ചെയ്തത്. ഫൈനലി ID നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തു. ഡിസ്ക്രൈബ് എംപ്ലോയി, ഓക്കെ, അത് നമ്മൾ കണ്ടതാണ്. ഡിസ്ക്രൈബ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ ടേബിളിൻ്റെ സ്ട്രക്ചർ ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണ്. അപ്പം നമുക്ക് ആ ഓരോ കോളത്തിൻ്റെ ഡാറ്റ ടൈപ്പും കീയും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഓൾട്ടർ ടേബിൾ. ഓൾട്ടർ ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾട്ടർ ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ടേബിളിൽ വേണമെങ്കിൽ എനിക്ക് പുതിയ കോളം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ടേബിളിലെ കോളം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഓൾട്ടർ ക്വറീസിൽ വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നൊരു ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ആ സ്റ്റുഡൻറ്റ് ടേബിളിൽ എനിക്ക് മാർക്ക് എന്ന് പറയുന്നൊരു കോളം കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ഓൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് ആഡ് മാർക്ക് ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ എന്ന് കൊടുത്തു. ഇനി നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ആ ടേബിളിൽ മാർക്ക് എന്ന് പറയുന്ന ഒരു കോളം കൂടെ ആഡ് ആയിട്ടുണ്ട്. ഇനിയും ഡ്രോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ മാർക്ക് എന്ന് പറയുന്ന കോളം എനിക്ക് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഓൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് ഡ്രോപ്പ് മാർക്ക് എന്ന് കൊടുക്കുക. പിന്നെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഡാറ്റ ടൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി മോഡിഫൈ കോളം. മോഡിഫൈ കോളത്തിൻ്റെ സിൻടാക്സ് ആണ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ ഡിസ്ക്രൈബ് സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നോക്കുവാണെങ്കിൽ നെയിമിൻ്റെ ഡാറ്റ ടൈപ്പ് ഞാൻ കൊടുത്തിട്ടുള്ളത് വേർക്യാർ ആണ്. എനിക്കിത് ചേഞ്ച് ചെയ്ത് ക്യാർ ആക്കണമെങ്കിൽ നമ്മൾ ക്വറി ഇതാണ് ഓൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് മോഡിഫൈ കോളം നെയിമാണ് എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. നെയിം ക്യാർ സൈസ് കൊടുക്കുക. ഓക്കെ, ഇനിയും ടേബിൾ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഡ്രോപ്പ് ടേബിൾ നെയിം. ഇപ്പം സ്റ്റുഡൻ്റ് ആണ് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഡ്രോപ്പ് ടേബിൾ സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ DDL സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു നമ്മൾ കണ്ടത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് DML ആണ്, ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. DML സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമ്മൾ സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് ഈ ക്വറീസൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, 2 രീതിയിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും.
ഒന്നെന്ന് പറയുന്നത് നമുക്ക് കോളം മെൻഷൻ ചെയ്യാതെ ഇൻസേർട്ട് ചെയ്യാം, കോളം മെൻഷൻ ചെയ്തും നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ നോക്കിക്കേ, ഞാൻ എംപ്ലോയി ടേബിളാണ്, എംപ്ലോയി ടേബിളിലേക്ക് ഞാൻ വാല്യൂ ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇൻസേർട്ട് ഇൻറ്റു എംപ്ലോയി, ഐ ഡിയും നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ഇമെയിലുമാണ്. അതിന് ദെൻ വാല്യൂസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസും കൊടുത്തു. ഇനി രണ്ടാമത്തെ രീതിയിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഞാൻ കോളം ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല, ആൻഡ് കറക്റ്റ് വാല്യൂസ് അതേ ഓർഡറിൽ ഞാൻ കൊടുത്തു. ഇനി സെലക്ട് ക്വറി. സെലക്ട് ക്വറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്യാൻ അല്ലെങ്കിൽ റിട്രീവ് ചെയ്യാനായിട്ടാണ് നമ്മൾ സെലക്ട് ക്വറി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ പറയുകയാണ് സെലക്ട് നെയിം കോമ ഡേറ്റ് ഓഫ് ബർത്ത് ഫ്രം എംപ്ലോയി എന്ന് പറഞ്ഞാൽ എംപ്ലോയി ടേബിളിലെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തുമാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നാണ്. ഇനി സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി എന്ന് പറഞ്ഞാൽ എംപ്ലോയി ടേബിളിലുള്ള കംപ്ലീറ്റ് റെക്കോർഡ്സും എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് വെയർ ക്ലോസ്. വെയർ ക്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടീഷൻസ് ഒക്കെ കൊടുക്കാനായിട്ടാണ് വെയർ ക്ലോസ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു ഒരു ക്വറി എഴുതിയിട്ടുണ്ട്, സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി വെയർ ഏജ് ഗ്രേറ്റർ ദാൻ 25. അപ്പോൾ 25 ഏജിൽ മുകളിലുള്ള എംപ്ലോയീസിനെ മാത്രം എന്ത് ചെയ്താൽ മതി, ഡിസ്പ്ലേ ചെയ്താൽ മതി. പിന്നെ മറ്റൊരു കുറി ഞാൻ കൊടുത്തു, സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി വെയർ നെയിം ഈസ് ഈക്വൽ ടു നാജില. നാജില എന്ന് പറയുന്ന എംപ്ലോയിയെ വേണം എനിക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട്. ഇനി അടുത്തത് ആൻഡ് ഓർ ഓപ്പറേറ്റേഴ്സ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം എനിക്കിവിടെ എംപ്ലോയി എന്ന് പറയുന്നൊരു ടേബിളുണ്ട്. ഞാനിവിടെ ഒരു എംപ്ലോയി ടേബിളിൽ ഒരു 4 റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ വേണ്ടത് 10,000-ൽ കൂടുതൽ സാലറി ഉള്ള 25 ഏജിൽ താഴെയുള്ള എംപ്ലോയീസിനെ വേണം ഡിസ്പ്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ക്വറി എങ്ങനെ കൊടുത്തു, സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി വെയർ സാലറി ഗ്രേറ്റർ ദാൻ 10,000 ആൻഡ് ഏജ് ലെസ് ദാൻ 25. അപ്പോൾ എനിക്ക് 2 കണ്ടീഷനുണ്ട്. സാലറി എന്താണ്, 10,000-നേക്കാളും കൂടുതലും ആകണം, ഏജ് 25-നേക്കാൾ കുറവുമായിരിക്കും. അപ്പോൾ 2 കണ്ടീഷനും മാച്ച് ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആൻഡ് കൊടുക്കുക. ഇനി അല്ല എനിക്ക് ഒരു കണ്ടീഷൻ മാത്രം മാച്ച് ചെയ്താൽ മതി എങ്കിൽ എന്ത് ചെയ്യുക, ആൻഡിന് പകരം ഓർ യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് അപ്ഡേറ്റ് ക്വറി. ഓക്കെ, അപ്ഡേറ്റ് ക്വറിയുടെ സിൻടാക്സ് ഇതാണ്. എക്സാമ്പിൾ നോക്കാം. നമ്മുടെ സ്റ്റുഡൻറ്റ് ടേബിൾ നോക്കുവാണെങ്കിൽ ഇവിടെ ജയ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് 520 ആണ്. എനിക്കത് ചേഞ്ച് ചെയ്ത് 525 ആക്കണം. അപ്പോൾ അതിൻ്റെ ക്വറി എങ്ങനെ എഴുതും, അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് സെറ്റ് മാർക്ക് ഈസ് ഈക്വൽ ടു 525 വെയർ ഐ ഡി ഈസ് ഈക്വൽ ടു 3. ഇപ്പോൾ വെയർ നെയിം ഈസ് ഈക്വൽ ടു ചെയ്യാമെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യും, അപ്ഡേറ്റ് ആകും. പക്ഷേ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഐ ഡി ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്താണ്, ഇപ്പം ആ പേരിൽ ജയ എന്ന് പറയുന്ന പേരിൽ നമുക്ക് പല സ്റ്റുഡൻസ് കാണും അല്ലേ. എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഐ ഡി ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച്. നെക്സ്റ്റ് ഈസ് ഡിലീറ്റ് ക്വറി. അപ്പോൾ നമുക്ക് ഡിലീറ്റ് ക്വറിയുടെ സിൻടാക്സ് ഇതാണ്, ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം കൊടുക്കുക. പിന്നെ നമുക്ക് കണ്ടീഷൻ കൊടുക്കണമെങ്കിൽ കണ്ടീഷൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ എനിക്ക് സ്റ്റുഡൻറ്റ് ടേബിളുണ്ട്. എനിക്ക് 25 ഏജിൽ കൂടുതലുള്ള സ്റ്റുഡൻറ്റിനെയാണ് എന്ത് ചെയ്യേണ്ടത്, സ്റ്റുഡൻറ്റ് ടേബിളിൽ ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പം ക്വറി ഇങ്ങനെയാണ്, ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് വെയർ ഏജ് ഗ്രേറ്റർ ദാൻ 25. ഇവിടെ മറ്റൊരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്, SysNote4 ഐ ഡി ഉള്ള എംപ്ലോയി SysNote4 ഐ ഡിയിൽ കൂടുതലുള്ള എംപ്ലോയീസിനെ വേണം ഡിലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് വെയർ ഐ ഡി ഗ്രേറ്റർ ദാൻ SysNote4 കൊടുത്തു. ഇനി എനിക്ക് ഈ സ്റ്റുഡൻറ്റ് ടേബിളിലുള്ള കംപ്ലീറ്റ് സ്റ്റുഡൻസിനെയും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്താൽ മതി. ഇനി അടുത്തത് ഓർഡർ ബൈ ക്ലോസ്. ഓർഡർ ബൈ എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഓർത്തോണം, നമ്മൾ സോർട്ട് ചെയ്യാനായിട്ടാണ് ഓർഡർ ബൈ ക്ലോസ് യൂസ് ചെയ്യുന്നത്. ടു സോർട്ട് ഡേറ്റ ഫെച്ച് ഫ്രം എ ടേബിൾ. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ എനിക്ക് സ്റ്റുഡൻറ്റ് ടേബിളുണ്ട്. എനിക്ക് ഈ സ്റ്റുഡൻറ്റ് ടേബിളിൽ എനിക്ക് സ്റ്റുഡൻസിൻ്റെ നെയിമിൻ്റെ ബേസിൽ സോർട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ഓർഡർ ബൈ നെയിം എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെയിമിൻ്റെ ബേസിൽ, അതായത് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത് കിട്ടും. ഇനിയും ഓർഡർ ബൈ മാർക്ക് എന്ന് കൊടുത്താലും മാർക്കിൻ്റെ ബേസിൽ സോർട്ട് ചെയ്ത് കിട്ടും. ഇനി എനിക്ക് വേണ്ടത് മാർക്കിൻ്റെ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണം. മാർക്കിൻ്റെ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ഓർഡർ ബൈ മാർക്ക് കഴിഞ്ഞിട്ട് DESC എന്നും കൂടെ കൊടുക്കുക. നമ്മൾ നേരത്തെ ഒരു DESC കണ്ടായിരുന്നു, അതെന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് എന്നാണ്.
അതെന്ന് പറഞ്ഞാൽ ടേബിളിൻ്റെ സ്ട്രക്ചർ കാണാനായിട്ടാണ്. ഇവിടെ ഓർഡർ ബൈ മാർക്ക് DSC എന്ന് പറഞ്ഞാൽ അവിടെ ഡിസെൻഡിങ് എന്നുള്ള ഉദ്ദേശത്തിലാണ് DSC യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഡിസ്റ്റിങ്ക്ട് കീവേഡ്. ഡിസ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ യുണീക്കായിട്ടുള്ളത് മാത്രം ഡിസ്പ്ലേ ചെയ്യുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഡിസ്റ്റിങ്ക്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഞാനൊരു ക്വറി എഴുതിയിട്ടുണ്ട്, സെലക്ട് മാർക്ക് ഫ്രം സ്റ്റുഡൻറ്റ് ഓർഡർ ബൈ മാർക്ക്. അപ്പം സെലക്ട് മാർക്ക്, അതായത് മാർക്ക് മാത്രം എനിക്ക് ഡിസ്പ്ലേ ചെയ്താൽ മതി സ്റ്റുഡൻറ്റ് ടേബിളിലെ. ഓർഡർ ബൈ മാർക്ക്, മാർക്കിൻ്റെ അസെൻഡിങ് ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ 82 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ടുണ്ട്. എനിക്കത് എന്താണ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒന്നും ഡിസ്പ്ലേ ചെയ്യേണ്ട എങ്കിൽ ഞാൻ എങ്ങനെ കൊടുക്കും? സെലക്ട് ഡിസ്റ്റിങ്ക്ട് മാർക്ക് ഫ്രം സ്റ്റുഡൻറ്റ് ഓർഡർ ബൈ മാർക്ക്. ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും 80 ഇവിടെ റിപ്പീറ്റഡ് ആയിട്ടില്ല. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഗ്രിഗേറ്റ് ഫംഗ്ഷനാണ്. അതായത് SQL ഡെവലപ്പേഴ്സ് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറേ ഫങ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ആ ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. നമുക്ക് കൗണ്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫംഗ്ഷനാണ്. ഇപ്പോൾ എനിക്ക് സ്റ്റുഡൻറ്റ് ടേബിൾ ഉണ്ട്. ആ സ്റ്റുഡൻറ്റ് ടേബിളിൽ എനിക്ക് എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്നറിയണമെങ്കിൽ സെലക്ട് കൗണ്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ സ്റ്റുഡൻസിന് കൗണ്ട് കിട്ടും. ഇനിയും കൗണ്ടിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ എനിക്ക് അറിയേണ്ടത് 75 മാർക്കിൽ കൂടുതലുള്ള സ്റ്റുഡൻസിൻ്റെ കൗണ്ട് കണ്ടുപിടിക്കണം. അപ്പം കുറേ എങ്ങനെ എഴുതും? സെലക്ട് കൗണ്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വെയർ മാർക്ക് ഗ്രേറ്റർ ദാൻ 75 എന്ന് കൊടുക്കുക. ഇനി മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. മാക്സ് എന്ന് പറഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ മാക്സിമം ഹയസ്റ്റ് കാണാനായിട്ടാണ്. എനിക്കിപ്പോൾ സ്റ്റുഡൻറ്റ് ടേബിളിലെ ഹയസ്റ്റ് മാർക്ക് ഏതാണെന്ന് എനിക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മളെങ്ങനെ കൊടുക്കും? സെലക്ട് മാക്സ് മാർക്ക്. ആ മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നമ്മുടെ കോളം പാസ് ചെയ്യുന്നു, ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുക്കുക. ഇനി മാക്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മിൻ ഫംഗ്ഷൻ. ഇപ്പോൾ ലോവസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് സെലക്ട് മിൻ മാർക്ക് ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുക്കുക. ഇനി ഈ സ്റ്റുഡൻറ്റ് ടേബിളിലെ സം എനിക്ക് കണ്ടുപിടിക്കണം, മാർക്കിൻ്റെ ടോട്ടൽ സം കണ്ടുപിടിക്കണമെങ്കിൽ സെലക്ട് സം മാർക്ക് ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുക്കുക. അപ്പം മാർക്കിൻ്റെ സമ്മ് കിട്ടും. ഇനി ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആവറേജ് AVG എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ബേസിക് SQL ക്വറീസ് ആണ് ഡിസ്കസ് ചെയ്തത്. SQLലെ ജോയിൻസ്, സബ് ക്വറീസ്, സ്റ്റോർ പ്രൊസീജിയർ, ട്രിഗേഴ്സ്, വ്യൂസ്, ഇതൊക്കെ നമ്മൾ അടുത്തടുത്ത വീഡിയോയിലായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. താങ്ക് യു.